ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ എന്താ നടക്കുന്നതെന്നില്ല, ഇന്നിവിടെ ഒരു ക്ലീനിങ് നടക്കുവാണ് കേട്ടോ. അതെന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് ചേട്ടനാണ്. ചേട്ടൻ ഇവിടുന്ന് ഞാൻ കുറച്ച് വേസ്റ്റൊക്കെ തൂത്ത് കൊടുത്തപ്പോൾ അതെല്ലാം ഞാൻ കിച്ചണിൽ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടെ ചേട്ടൻ തൂത്ത് കളയാം കേട്ടോ. അപ്പോൾ ചേട്ടനും മോനും കൂടെയാണ് പരിപാടിയെല്ലാം ചെയ്യുന്നത്. എനിക്ക് പൊടിയൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അത് കാരണമാണ്. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അപ്പം നമ്മൾ സോഫയൊക്കെ വലിച്ചു വാരി ഇട്ടതെല്ലാം അവിടെ ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവിടെ ഇരിക്കില്ല ഗൈസ്. അതാണ് ചേട്ടൻ അങ്ങനെ നോക്കി നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഒരാൾ വെള്ളത്തിൽ ചവിട്ടാതിരിക്കുക, എന്തായാലും തൂത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് തുടക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ആൾ ചാടിപ്പോയതാണ് വെള്ളം ചവിട്ടാതിരിക്കാൻ. അതിനിടയ്ക്ക് പിന്നെ ഗെയിം കളി, പാട്ട് വെക്ക്, അതിനൊക്കെ പോകുന്നുണ്ട്. അതിന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മസിൽ പൊക്കിയൊക്കെ കാണിക്കുന്നതാണ്. അവിടെ ഇരുന്നുണ്ട് ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ചേട്ടനപ്പം. അത് പൊക്കി എന്തോ മേശ പൊക്കി കൊണ്ടുവരുന്ന കാര്യമൊക്കെ പറയുന്നതാണ്. അതിനിടയ്ക്ക് നമ്മളിവിടെ കുറച്ച് ടാങ്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അതിന് മുമ്പ് എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു തരാൻ പറഞ്ഞിട്ട് അതടിച്ച് അവിടെ വെച്ചിട്ട് ഞാൻ കുടിച്ചില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അത് കാരണം എനിക്ക് ടാങ്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ജ്യൂസ് എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് ആൾ ജ്യൂസ് എടുക്കുവാണ്. അവൻ്റെ അവൻ എന്നോട് കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ എൻ്റെ ചേട്ടനോ അച്ഛനോ ഒക്കെ ആണെന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്, എൻ്റെ ഒരേ ഒരു മകനാണ്. അപ്പോൾ അവൻ പൈനാപ്പിൾ ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തരാനായിട്ട്. കാണിച്ചു തരാം കേട്ടോ, കണ്ടോ, ജ്യൂസ് അരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം അങ്ങനെയാണ്. അതിനിടയ്ക്ക് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അപ്പം മേളിൽ പോയി ഒരു മേശ എടുത്തുകൊണ്ട് താഴത്തേക്ക് വരണം. വേറൊന്നുമല്ല, നമുക്ക് ഫോട്ടോയും കൃഷ്ണനെയൊക്കെ ഭഗവാനെയൊക്കെ കൊണ്ട് വെക്കാനാണ്. അപ്പോൾ എൻ്റെ ജ്യൂസ് എത്തിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി പൈനാപ്പിൾ ജ്യൂസ് അടിച്ചത്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വെച്ച് തന്നിട്ട് പോയി. ഇനി അവർ അടുത്ത പരിപാടി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പൂജാമുറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട് അധികം നാളായിട്ടില്ല, ഒരു 3 months ആയിട്ടുള്ളൂ. അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഫോട്ടോ വെച്ചിരുന്നത്, ഫോട്ടോയും കാര്യങ്ങളും ഇവിടെ താഴെ സ്പേസ് അന്നേരം അറേഞ്ച് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് മേളത്തെ നിലയിലാണ് കൊണ്ടു വെച്ചിരുന്നത്. പക്ഷേ അവിടെ ഇരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഡെയിലി നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് മേളിൽ കയറേണ്ട ആ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നത് കൊണ്ട് സംഭവം താഴത്തേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഈ കാണിച്ചതെല്ലാം. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എങ്ങനെ എല്ലാം എടുത്ത് താഴെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഇവിടുത്തെ കോർട്ട്യാർഡിൽ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. ഞാൻ നട്ട് പിടിപ്പിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ ബോഗൻവില്ല നട്ടിട്ട് പിടിക്കുന്നില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ എൻ്റെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി. ഇപ്പം അങ്ങനെ ബോഗൻവില്ല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കി വീഡിയോസൊക്കെ ഞാൻ പിടിച്ച് വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് പീച്ച് കളറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.